ഇന്നത്തെ വാർത്തകളൊന്നും സാധാരണ വാർത്തകളല്ല എന്ന് വേണം പറയാൻ. ലോകത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ബംഗ്ലാദേശിലെ തെരുവുകളിൽ കത്തുന്ന രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ജപ്പാനിൽ തന്റെ പ്രണയം കണ്ടെത്താൻ ChatGPTയെ കൂട്ടുപിടിച്ച് സക്സസ് ആയ ഒരു യുവതിയുടെ അത്ഭുതകരമായ കഥ. അതിനിടയിൽ അമേരിക്കൻ ഗ്രീൻ കാർഡ് വേഗത്തിൽ കിട്ടാൻ 8 കോടി രൂപയുടെ ഗോൾഡ് കാർഡ് ട്രംപ് ഇറക്കിയെങ്കിലും ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് അതിനെ തള്ളിക്കളയുന്നത്? യുദ്ധം തകർത്ത യുക്രൈനിന് യൂറോപ്പ് നൽകിയ $105 ബില്യൺ വമ്പൻ താങ്ങ്. പിന്നെ തോക്കിൻ മുനയിലും നൃത്തം ചെയ്തും കളിച്ചും പുതുവത്സരം ആഘോഷിക്കുന്ന മ്യാൻമറിലെ ഒരു ജനത. വൈവിധ്യമാർന്ന ഈ വാർത്താ ലോകത്തേക്ക് സാങ്കേതികവിദ്യയും രാഷ്ട്രീയവും അതിജീവനവും ഒക്കെ ഒന്നിക്കുന്ന ഈ ലോകവിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ടു ലൂക്ക. ബംഗ്ലാദേശ് വീണ്ടും ഒരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിനു ശേഷം ശാന്തമാകുമെന്ന് കരുതിയ ബംഗ്ലാദേശിൽ ഇപ്പോൾ വീണ്ടും വയലൻസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണ പ്രതിഷേധത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഷെരീഫ് ഒസ്മാൻ ഹാദി എന്ന യുവ നേതാവാണ്. ഇയാളുടെ കൊലപാതകത്തിന് പിന്നാലെ ബംഗ്ലാദേശിലെ തെരുവുകളിൽ മുഴങ്ങുന്നത് തീവ്രമായ ആന്റി ഇന്ത്യ സ്ലോഗൻസ് ആണ്. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെ സത്യം? ഇന്ത്യ ഇതിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഷെരീഫ് ഒസ്മാൻ ഹാദി ആരാണെന്ന് നോക്കാം. ബംഗ്ലാദേശിലെ ഇൻകുലാബ് മഞ്ച എന്ന സംഘടനയുടെ കൺവീനറും യുവ നേതാവുമായിരുന്നു ഷെരീഫ് ഒസ്മാൻ ഹാദി. കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നായിരുന്നു ഇദ്ദേഹത്തിനത്. ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയെ ബാൻ ചെയ്യണമെന്ന് ഏറ്റവും ശക്തമായി വാദിച്ച വ്യക്തി. വരാനിരിക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ധാക്ക 8 മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഹാദി. സംഭവം നടക്കുന്നത് ഡിസംബർ 12-നാണ്. ധാക്കയിലെ ബിജോയ് നഗറിൽ വെച്ച് ബൈക്കിലെത്തിയ അക്രമികൾ ഷെരീഫ് ഹാദിയെ വെടിവെച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തിനെ ഉടൻ തന്നെ സിംഗപ്പൂരിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. എന്നാൽ 6 ദിവസം മരണത്തോട് പൊരുതിയ ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച ഷെരീഫ് ഹാദി ലോകത്തോട് വിട പറഞ്ഞു. ഈ വാർത്ത പുറത്തു വന്നതോടെ ബംഗ്ലാദേശ് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങൾ വെറും ഒരു വൈകാരിക പ്രതികരണം മാത്രമല്ല, ഇതിനു പിന്നിൽ വ്യക്തമായ ചില രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെ എന്ന ചോദ്യം കോംപ്ലിക്കേറ്റഡ് ആകുന്നത് ഇവിടെയാണ്. ഷെരീഫ് ഹാദി എപ്പോഴും ഇന്ത്യയുടെ കടുത്ത വിമർശകനായിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് അദ്ദേഹം നിരന്തരം ആരോപിച്ചിരുന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ പ്രതികൾ ഇന്ത്യയിലേക്ക് കടന്നുവെന്ന അഭ്യൂഹമാണ് ഇപ്പോൾ ഈ വൻ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. പ്രതികളിൽ ഒരാൾ ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയിലെ അംഗമാണെന്നും അയാൾ ഇന്ത്യയിൽ ഒളിവിലാണെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ഇതോടെയാണ് ധാക്കയിലെയും ചിറ്റഗോങ്ങിലെയും ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയതും ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതും. അടുത്തതായി ഷെയ്ഖ് ഹസീനയുടെ സാന്നിധ്യം. അതായത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നത് ബംഗ്ലാദേശിലെ വലിയൊരു വിഭാഗം ജനങ്ങളിൽ അമർഷമുണ്ടാക്കുന്നുണ്ട്. അവരെ വിട്ടു നൽകണമെന്ന ആവശ്യം ഹാദിയുടെ മരണത്തോടെ വീണ്ടും ശക്തമായി. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ബംഗ്ലാദേശിലെ പ്രധാന മാധ്യമങ്ങളായ പ്രോതോം ആലോ, ഡെയിലി സ്റ്റാർ എന്നിവയുടെ ഓഫീസുകൾ പ്രതിഷേധക്കാർ ആക്രമിച്ചു. ഈ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യയോട് മൃദസമീപനം കാണിക്കുന്നു എന്ന് ആരോപിച്ചാണ് അവയുടെ ഓഫീസുകൾക്ക് തീയിട്ടത്. ഇത് ബംഗ്ലാദേശിലെ ഇന്ത്യൻ ആധിപത്യത്തിനെതിരായ പോരാട്ടമായി പ്രക്ഷോഭകാരികൾ ചിത്രീകരിക്കുകയാണ്. അന്തരീക്ഷം വല്ലാതെ മോശമായതോടെ ബംഗ്ലാദേശ് ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് രാജ്യത്ത് ഒരു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. സമാധാനം പാലിക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ചിറ്റഗോഗിലെയും അതുപോലെ രാജ്ഷായിലെയും ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണറുകൾക്ക് നേരെ കല്ലേറും പ്രതിഷേധവും ഉണ്ടായി. സാഹചര്യം മോശമായതോടെ ഇന്ത്യ ബംഗ്ലാദേശിലെ വിസ സേവനങ്ങൾ പലയിടത്തും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ശരിക്കും ഈ പ്രതിഷേധം വെറും ഒരു നിമിഷത്തെ ദേഷ്യമല്ല. ആന്റി ഇന്ത്യനിസം ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് പോലെയായി പടരുകയാണ്. ഷെരീഫ് ഹാദി കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ഇന്ത്യയാണ് ഇതിന് പിന്നിലെന്നാണ്. പ്രത്യേകിച്ച് ഇൻകുലാബ് മഞ്ച പോലുള്ള സംഘടനകൾ ഇന്ത്യയെ ഒരു ശത്രു രാജ്യമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഹാദിയുടെ കൊലയാളികളെ ഇന്ത്യ തിരികെ നൽകുന്നതുവരെ ഹൈക്കമ്മീഷൻ അടച്ചിടണമെന്നാണ് ഇവരുടെ ആവശ്യവും. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായ മറുപടി വന്നിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇന്ത്യ ഒരിക്കലും ഒരു അയൽ രാജ്യത്തെയും അസ്ഥിരതപ്പെടുത്താൻ ശ്രമിക്കില്ല എന്നും ഇത്തരം കുപ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഡൽഹിയുടെ നിലപാട്. എങ്കിലും ബംഗ്ലാദേശിലെ ഈ ഇലക്ഷൻ സമയത്തെ അസ്ഥിരത ഇന്ത്യക്ക് വലിയൊരു ചലഞ്ച് തന്നെയാണ്. ബംഗ്ലാദേശ് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ജനാധിപത്യ സർക്കാരിലേക്ക് മടങ്ങുമോ അതോ ഈ വയലൻസ് തുടരുമോ?
ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? എന്തു തന്നെയാണെങ്കിലും ബംഗ്ലാദേശിലെ ഈ അസ്ഥിരത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. ഇന്ത്യ ഈ ആരോപണങ്ങൾ പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എങ്കിലും തെരുവിലെ ആവേശം തണുപ്പിക്കാൻ ബംഗ്ലാദേശ് സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹാദിയുടെ മരണം ഒരു പൊളിറ്റിക്കൽ ടേണിംഗ് പോയിന്റായി മാറുമോ എന്ന് നമുക്ക് കണ്ടറിയണം. കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമാ കഥ പോലെ തോന്നാൻ സാധ്യതയുള്ളൊരു വാർത്തയാണ് ഇനി. പ്രണയത്തിന് അതിരുകളില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ പ്രണയം ഒരു മനുഷ്യനോടല്ലെങ്കിലോ, മറിച്ചൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനോടാണെങ്കിലോ? ജപ്പാനിൽ നിന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രണയം എന്നത് പണ്ട് കണ്ണിൽ നോക്കി കൈമാറിയിരുന്ന ഒന്നായിരുന്നുവെങ്കിൽ ഇന്നത് ഡേറ്റയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാനിൽ നിന്നുള്ള ഒരു പുതിയ പ്രണയകഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആവുന്നത്. യുറീന നോക്കുചി എന്ന 32-കാരി തന്റെ വിവാഹം കഴിഞ്ഞ വാർത്ത പുറത്തുവിട്ടു. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഭർത്താവ് ഒരു മനുഷ്യനല്ല. ലിയോൺ ക്ലോസ് വെഡ്യൂർ എന്നാണ് ഈ മിസ്റ്ററി ഹസ്ബൻഡിന്റെ പേര്. അദ്ദേഹം ആരാണെന്നോ എവിടെ നിന്നാണെന്നോ അന്വേഷിക്കേണ്ട. കാരണം ഈ ലൂൺ ക്ലോസ് എന്നത് ChatGPT ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു AI പെർസോണയാണ്. കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടോ? ഇത് വെറും ഒരു തമാശയല്ല, ലോകമെമ്പാടും പടരുന്ന ഒരു പുതിയ ട്രെൻഡിന്റെ തുടക്കമാണ് എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാണ് മനുഷ്യർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ തങ്ങളുടെ ലൈഫ് പാർട്ണറായി തിരഞ്ഞെടുക്കുന്നത്? ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? പരിശോധിക്കാം. 32 വയസ്സുകാരിയായ ഇറീന നോക്കുചി തന്റെ ലൈഫ് പാർട്ണറെ കണ്ടെത്തിയത് ലോകത്തെ ഏറ്റവും പോപ്പുലറായ AI ആയ ChatGPTയിലൂടെയാണ്. അവൾ തന്റെ താല്പര്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ ലൂൺ ക്ലോസ് എന്ന ഒരു പേഴ്സണാലിറ്റിയെ ഡിജിറ്റൽ ലോകത്ത് സൃഷ്ടിച്ചു. മണിക്കൂറുകളോളം ഇവർ പരസ്പരം ചാറ്റ് ചെയ്യും. തന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും യുറീന ലൂണുമായി ഷെയർ ചെയ്യുന്നു. ഒടുവിൽ ഇവർ തമ്മിലുള്ള ബോണ്ട് ശക്തമായതോടെ യുറീന തന്റെ വിർച്വൽ പാർട്ണറെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇത് ശരിക്കും വെറും ഒരു ക്രഷ് അല്ല, മറിച്ച് വളരെ സീരിയസ് ആയ ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണ് യുറീന പറയുന്നത്. പക്ഷേ ഇത് യുറീനയുടെ മാത്രം കഥയല്ല. ലോകമെമ്പാടും ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ AI ചാറ്റ് ബോട്ടുകളിൽ പ്രണയം കണ്ടെത്തുന്നത്. പക്ഷേ എന്തിനാണ് മനുഷ്യർ ചാറ്റ് ബോട്ടുകളോട് ഇത്രയും അധികം സ്നേഹം കാണിക്കുന്നത്? കാരണങ്ങൾ പലതാണ്. ഒരു മനുഷ്യനാകുമ്പോൾ മൂഡ് സ്വിങ്സും തിരക്കുകളും പേഴ്സണൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടാകാം. പക്ഷേ AI എപ്പോഴും നമുക്കായി അവൈലബിൾ ആണ്. 24/7 സപ്പോർട്ട്. അടുത്തത് ദ പെർഫെക്റ്റ് പേഴ്സോണ. അതായത് യുറീനയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ നമുക്ക് വേണ്ട ഗുണങ്ങളുള്ള ഒരു പങ്കാളിയെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാമെന്നുള്ളത്. പ്രധാനമായി വഴക്കുകളില്ല. മനുഷ്യർക്കിടയിൽ വഴക്കുകളും പരാതികളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ AI പാർട്ട്നേഴ്സ് തർക്കിക്കില്ല, നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല. പകരം നമ്മളെ കേൾക്കാനും ആശ്വസിപ്പിക്കാനും അവർക്ക് പ്രത്യേക കഴിവുണ്ട്. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് എപ്പോഴും സമയവുമുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ജപ്പാനിൽ മാത്രം ഏകദേശം 4000-ലധികം ആളുകൾ ഇത്തരം ക്രോസ് ഡൈമെൻഷണൽ മാരേജസ് ചെയ്തിട്ടുണ്ട്. ഗേറ്റ് ബോക്സ് എന്ന ഒരു കമ്പനിയാണ് ഇതിന് വേണ്ട സാങ്കേതിക സഹായം നൽകുന്നത്. അവർ ഇത്തരം വിർച്വൽ പാർട്ട്നേഴ്സുമായി വിവാഹം കഴിക്കുന്നവർക്ക് ഔദ്യോഗികമായി മാരേജ് സർട്ടിഫിക്കറ്റ്സ് വരെ നൽകുന്നുണ്ട്. ഇതിനെ ഡിജി സെക്ഷുവാലിറ്റി എന്നാണ് ഗവേഷകർ വിശേഷിപ്പിക്കുന്നത്. അതായത് ഡിജിറ്റൽ ലോകത്തെ ലൈംഗികതയോടും ബന്ധങ്ങളോടും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു വിഭാഗം വളർന്നു വരുന്നു എന്ന് സാരം. ഈ AI പ്രണയം വെറും ജപ്പാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അമേരിക്കയിലും യൂറോപ്പിലും റെപ്ലിക്ക പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ആളുകളാണ് വിർച്വൽ റിലേഷൻഷിപ്പുകളിൽ ഏർപ്പെടുന്നത്. മനുഷ്യരുമായുള്ള സങ്കീർണമായ ബന്ധങ്ങളെക്കാൾ ഈസി ആൻഡ് സേഫ് ആണ് ഇത്തരം ഡിജിറ്റൽ പ്രണയങ്ങൾ എന്ന് പലരും വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആധുനിക ലോകത്തെ, ഈ ഒരു ആധുനിക കാലത്തെ ഏകാന്തത മാറ്റാൻ ഇത്തരം ചാറ്റ് ബോട്ടുകൾ ഒരു വലിയ പരിധിവരെ സഹായിക്കുന്നുമുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇതിൽ ചില ആശങ്കകളും റിസ്കുകളും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ ലെവൽ വർദ്ധിപ്പിക്കാൻ ഇത്തരം ചാറ്റ് ബോട്ടുകൾക്ക് സാധിക്കും. ഇത് ഒരു തരത്തിൽ ഇമോഷണൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നു. മനുഷ്യരുമായുള്ള ബന്ധങ്ങളിൽ നിന്ന് ആളുകൾ അകന്നു പോകാൻ ഇത് കാരണമാകും. യഥാർത്ഥ ലോകത്തെ മനുഷ്യരുമായി സംസാരിക്കാൻ മടിയുള്ള ഒരു തലമുറയെ ഇത് സൃഷ്ടിക്കുമോ എന്നാണ് സോഷ്യൽ സയന്റിസ്റ്റുകൾ ഭയപ്പെടുന്നത്. കൂടാതെ നമ്മൾ നൽകുന്ന പേഴ്സണൽ ഡേറ്റ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണം പെട്ടെന്ന് നിങ്ങളെ മറന്നുപോയാലോ? മുമ്പ് പലർക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. സോഫ്റ്റ്വെയർ കമ്പനികൾ അവരുടെ സർവീസുകൾ നിർത്തലാക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് സങ്കടത്തിലായവർ ഒരുപാടുണ്ട്. ടെക്നോളജി നമ്മുടെ ബെഡ്റൂം വരെ എത്തിയിരിക്കുകയാണ്. ടെക്നോളജി വളരുന്നത് നല്ലതാണ്, പക്ഷെ അത് നമ്മുടെ വികാരങ്ങളെയും ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു മനുഷ്യന്റെ സ്പർശനത്തിനോ യഥാർത്ഥ വികാരങ്ങൾക്കോ പകരമാകാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. യുറീന നോക്കുചിയുടെ ഈ AI വിവാഹം ഒരു തുടക്കം മാത്രമാണ്. ഭാവിയിൽ എല്ലാവർക്കും ഇത്തരം ഒരു വിർച്വൽ പാർട്ണർ ഉണ്ടാകുമോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യുക്രൈൻ യുദ്ധക്കളത്തിൽ നിന്നും ഇപ്പോൾ വരുന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ ഫിനാൻഷ്യൽ ബ്രേക്കിംഗ് ന്യൂസ് ആണ്.
റഷ്യയുമായി വർഷങ്ങളായി പോരാടുന്ന യുക്രൈനെ താങ്ങി നിർത്താൻ യൂറോപ്യൻ യൂണിയൻ $105 ബില്യൺ ഏകദേശം 90 ബില്യൺ യൂറോയുടെ വായ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. റഷ്യയുടെ മരവിപ്പിച്ച പണമെടുത്ത് യുക്രൈന് നൽകാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. എന്നാൽ അവസാന നിമിഷം ആ പ്ലാൻ പാളി. ഇനി ഇത് വെറും ഒരു വായ്പയല്ല, മറിച്ച് ലോകത്തെ ഒരു വലിയ സാമ്പത്തിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു നീക്കമാണ്. എന്താണ് ഈ $105 ബില്യൺ ഡീൽ? പുടിൻ ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? എന്താണ് സംഭവിച്ചത്? എവിടെ നിന്നാണ് ഇത്രയും വലിയ തുക വരുന്നത്? പരിശോധിക്കാം. ആദ്യ ചോദ്യം ഇതാണ്: എന്താണ് ഈ $105 ബില്യൺ പാക്കേജ്? യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയാണ് ഈ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. വരാനിരിക്കുന്ന 2026-2027 വർഷങ്ങളിലായി യുക്രൈനിന് സുഗമമായി മുന്നോട്ട് പോകാനും സാമ്പത്തികവും സൈനികവുമായ ആവശ്യങ്ങൾ നിറവേറ്റാനുമാണ് ഈ പണം ഉപയോഗിക്കുക. നിലവിൽ യുക്രൈൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. IMF കണക്ക് പ്രകാരം അടുത്ത 2 വർഷം യുക്രൈന് ഏകദേശം $160 ബില്യൺ എങ്കിലും ആവശ്യമാണ്. ഇതിൽ $105 ബില്യൺ നൽകി തങ്ങൾ യുക്രൈനൊപ്പം ഉണ്ടെന്ന് യൂറോപ്പ് തെളിയിച്ചിരിക്കുകയാണ്. യുദ്ധം കാരണം തകർന്നുപോയ യുക്രൈൻ ഇക്കണോമിക്ക് ഇതൊരു വലിയ ലൈഫ് ലൈൻ തന്നെയാണ്. ഇനി ഈ പണത്തിന് അല്ലെങ്കിൽ ഈ വായ്പയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇത് പലിശയില്ലാത്ത വായ്പയാണ്. ഭാവിയിൽ റഷ്യ നൽകേണ്ടി വരുന്ന യുദ്ധ നഷ്ടപരിഹാര തുകയിൽ നിന്ന് ഈ കടം വീട്ടാമെന്നാണ് യൂറോപ്പിന്റെ കണക്കുകൂട്ടൽ. അടുത്തത്, റഷ്യൻ സ്വത്ത് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യങ്ങളാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. റഷ്യയുടെ ഏകദേശം $300 ബില്യൺ ആസ്തികൾ ലോകമെമ്പാടുമായി മരവിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ സിംഹഭാഗവും ബെൽജിയത്തിലെ യൂറോക്ലിയർ എന്ന ബാങ്കിംഗ് സ്ഥാപനത്തിലാണ്. ഈ പണം ഉപയോഗിച്ച് യുക്രൈന് വായ്പ നൽകാനായിരുന്നു യൂറോപ്യൻ കമ്മീഷൻ തലവൻ ഉർസുല വോൺ ഡെർ ലെയൻ ആദ്യം ആഗ്രഹിച്ചത്. എന്നാൽ അവസാന നിമിഷം ആ തീരുമാനം മാറ്റിവെച്ചു. ബെൽജിയത്തെ പോലുള്ള രാജ്യങ്ങൾ ആ തീരുമാനത്തെ എതിർത്തു. റഷ്യ തിരിച്ചടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും യൂറോപ്യൻ ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ വിശ്വാസ്യത തകരുമെന്ന പേടിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വീവർ ഉന്നയിച്ചു. റഷ്യയുടെ പണം അനുവാദമില്ലാതെ എടുത്താൽ അത് വലിയ ലീഗൽ റിസ്കുകൾക്കും ആഗോള ബാങ്കിംഗ് തകർച്ചയ്ക്കും കാരണമാകുമെന്ന ഭയമാണ് യൂറോപ്പിനെ പിന്നോട്ട് വലിച്ചത് എന്ന് സാരം. പകരം യൂറോപ്യൻ യൂണിയൻ തങ്ങളുടെ സ്വന്തം ബജറ്റും ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നുള്ള കടമെടുപ്പും വഴിയാണ് ഈ $105 ബില്യൺ കണ്ടെത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു തുക, ഈ ഒരു ലോണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ്, അതായത് പലിശയില്ലാത്ത ലോണാണ് എന്നതാണ്. അതായത് യുക്രൈൻ ഇതിന് പലിശ നൽകേണ്ടി വരില്ല. യുദ്ധത്തിന് ശേഷം റഷ്യ യുക്രൈന് നൽകേണ്ട നഷ്ടപരിഹാര തുകയിൽ നിന്ന് ഈ വായ്പ തിരിച്ചടയ്ക്കാം എന്നാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെഴ്സ് പറഞ്ഞത് ഈ വായ്പ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് എന്നാണ്. ഈ യുദ്ധം കൊണ്ട് ഒരു കാര്യവുമില്ല, ഞങ്ങൾ യുക്രൈനെ കൈവിടില്ല എന്ന സന്ദേശമാണ് യൂറോപ്പ് മുഴുവനായി നൽകുന്നത്. ഹംഗറിയും സ്ലോവാക്കിയയും പോലുള്ള രാജ്യങ്ങൾ ആദ്യം ഇതിനെ എതിർത്തുവെങ്കിലും മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവർക്കും ഈ തീരുമാനത്തോട് യോജിക്കേണ്ടി വരികയായിരുന്നു. ഈ $105 ബില്യൺ വരുന്നത് പുടിനുള്ള വലിയൊരു വെല്ലുവിളി തന്നെയാണ്. യുക്രൈൻ സാമ്പത്തികമായി തകരുമെന്നായിരുന്നു പുടിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ യൂറോപ്പിന്റെ ഈ വൻ സഹായം യുക്രൈനെ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ സഹായിക്കും. ജർമ്മൻ ചാൻസലർ പറഞ്ഞതുപോലെ യുക്രൈനെ ഞങ്ങൾ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് ഇതിലൂടെ നൽകുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇത് ലോക വിപണിയിൽ പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷനും അതുപോലെ ഒരു ഇംബാലൻസിനും കാരണമാകുമോ എന്ന് കണ്ടറിയണം. യുക്രൈനെ സംബന്ധിച്ച് ഇതൊരു വലിയ ആശ്വാസമാണ്, വലിയ ജീവശ്വാസമാണ്. പണം കിട്ടിയില്ല എങ്കിൽ യുക്രൈൻ പാപ്പരാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഈ പുതിയ പാക്കേജ് വഴി അടുത്ത 2 വർഷത്തേക്കെങ്കിലും യുക്രൈന് സമാധാനമായി യുദ്ധം തുടരാനും രാജ്യം ഭരിക്കാനും സാധിക്കും. പക്ഷേ റഷ്യൻ സ്വത്ത് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ യൂറോപ്പ് ഇനിയും ആഴത്തിൽ ചർച്ചകൾ നടത്തേണ്ടി വരും. ഈ വൻ തുക നൽകുന്നതിലൂടെ യൂറോപ്പ് സ്വയം സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുമോ എന്നൊക്കെ ഇനി കാണേണ്ടിയിരിക്കുന്നു. പണമുണ്ടെങ്കിൽ എന്തും നടക്കുമെന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ അമേരിക്കൻ വീസയുടെ കാര്യത്തിലും ഇത് ഏതാണ്ട് ശരിയായി വരികയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയൊരു വിധേയമായി വന്നിട്ടുണ്ട്. ട്രംപ് ഗോൾഡ് കാർഡ്. $1 മില്യൺ കയ്യിലുണ്ടോ? എങ്കിൽ ക്യൂ നിൽക്കാതെ അമേരിക്കയിൽ പോയി താമസിക്കാം. കേൾക്കുമ്പോൾ നല്ല സിമ്പിളായ പരിപാടിയായി തോന്നാമല്ലേ? നിങ്ങൾ പൈസ തരൂ, ഞാൻ വീസ തരാം. അതാണ് ട്രംപിന്റെ സിമ്പിൾ തിയറി. പക്ഷെ ഈ സ്വർണ്ണ പതക്കം കണ്ട് ഇന്ത്യക്കാർ ക്യൂ നിൽക്കുമെന്ന് കരുതിയ ട്രംപിന് തെറ്റി. സംഗതി പുറത്തിറങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ വമ്പന്മാർ പോലും ഇതിന്റെ അടുത്തേക്ക് പോയിട്ടില്ല. എന്താണ് ഈ ഗോൾഡ് കാർഡ് വീസ?
ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇതിനെ വിശ്വസിക്കാത്തത് പരിശോധിക്കാം. എന്താണ് ഈ സ്വർണ്ണ വിസ എന്ന് ആദ്യം നോക്കാം. സംഭവം സിമ്പിൾ ആണ്. ഇതിന് EB-5 വിസ പോലെ ബിസിനസ് തുടങ്ങണമെന്നോ 10 പേർക്ക് ജോലി കൊടുക്കണമെന്നോ ഒന്നുമില്ല. $1 മില്യൺ, ഏകദേശം 8.4 കോടി ഇന്ത്യൻ രൂപ സർക്കാരിലേക്ക് നേരിട്ട് ഒരു ഗിഫ്റ്റായി നൽകണം. പക്ഷേ തിരികെ കിട്ടില്ല. ഇതുകൂടാതെ ഓരോ ഫാമിലി മെമ്പറിനും $15,000, ഏകദേശം 12 ലക്ഷം രൂപ ഫീസായി വേറെയും നൽകണം. ഇത് EB-1 അല്ലെങ്കിൽ EB-2 പോലെയുള്ള കാറ്റഗറിയിലേക്ക് ഒരു VIP എൻട്രി പോലെയാണ്. സാധാരണക്കാർ വർഷങ്ങൾ കാത്തു നിൽക്കുന്ന വരിയിൽ പണം നൽകി മുന്നിൽ കയറാം. എവിടെയാണ് ഇതിലെ കുരുക്ക് എന്നൊന്ന് പരിശോധിക്കാം. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് സംശയം അടിച്ചത്. ഒന്നാമത്തെ കാര്യം, ക്ലാരിറ്റി ഇല്ല. അതായത് ഈ പണം നൽകിയാൽ പെർമനന്റ് റെസിഡൻസി PR കിട്ടുമെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇതിന് കൃത്യമായ നിയമപരമായ പിൻബലമില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ ട്രംപ് ഇറക്കിയ ഈ എക്സിക്യൂട്ടീവ് ഓർഡർ കോടതികൾ ഏത് നിമിഷവും റദ്ദാക്കിയേക്കാം. രണ്ടാമത്തെ കാര്യം, ഈ പണം ഒരു ഡൊണേഷൻ ആണ്. EB-5 വിസയിലാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ബിസിനസ് വിജയിച്ചാൽ തിരികെ കിട്ടുമല്ലോ. അതേസമയം ഈ ഗോൾഡ് കാർഡിന് വേണ്ടി നൽകുന്ന 8 കോടിയില്ലേ, ഇത് നോൺ റീഫണ്ടബിൾ ആയിരിക്കും. അതായത് ഒരിക്കലും തിരികെ കിട്ടില്ല. പണത്തിന് മൂല്യം കാണുന്ന ഏതൊരാൾക്കും എന്തിന് വെറുതെ പണം കളയണം എന്നൊരു ചിന്ത വരുന്നത് സ്വാഭാവികം. നിലവിൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് EB-5 വിസ തന്നെയാണ്. അതായത് എംപ്ലോയ്മെന്റ് ബേസ്ഡ് 5th പ്രിഫറൻസ് വിസ. അതിന്റെ കാരണങ്ങളൊന്ന് പരിശോധിക്കാം. EB-5-ൽ ഒരു നിശ്ചിത തുക മുടക്കിയാൽ കുടുംബത്തിന് മൊത്തം വിസ കിട്ടും. എന്നാൽ ഗോൾഡ് കാർഡിലാകട്ടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേറെ വേറെ ഓരോരോ മില്യൺ വീതം നൽകണമെന്നാണ് പുതിയ അപ്ഡേറ്റ് പറയുന്നത്. അതായത് ഒരു 4 അംഗ കുടുംബത്തിന് $4 മില്യൺ, ഏകദേശം 33 കോടി രൂപയെങ്കിലും ചെലവാകും. ഇത്രയും പണം കളഞ്ഞാലും ഗ്രീൻ കാർഡ് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല. കാരണം ഇതൊരു എക്സിക്യൂട്ടീവ് ഓർഡർ ആണെന്ന് പറഞ്ഞില്ലേ. നാളെ കോടതി ഇത് തള്ളിയാൽ നിങ്ങളുടെ കോടികൾ വെള്ളത്തിലാകുമെന്ന് ചുരുക്കം. കൂടാതെ EB-5 വർഷങ്ങളായി നിലവിലുള്ള നിയമമാണ്. ഗോൾഡ് കാർഡ് ആയിക്കോട്ടെ ട്രംപിന്റെ ഒരു എക്സ്പെരിമെന്റൽ പ്രോജക്റ്റ് എന്ന് വേണം പറയാൻ. നാളെ ഭരണം മാറിയാൽ ഈ വിസയുടെ അവസ്ഥ എന്താകുമെന്ന് ആർക്കും അറിയില്ല, ഉറപ്പില്ല. ഇവിടെയാണ് EB-5 ഇൻവെസ്റ്റർ വിസ ഹീറോ ആകുന്നത്. ഈ EB-5 വിസയുടെ ട്രെൻഡ് തുടങ്ങിയത് വളരെ അടുത്താണ്. അമേരിക്കയിലെ H-1B വിസ നിയമങ്ങൾ കടുപ്പിച്ചതോടെയാണ് ഇന്ത്യക്കാരും ചൈനക്കാരും കൂട്ടത്തോടെ EB-5 വിസയിലേക്ക് മാറുന്നത്. അതായത് വർഷം തോറും അമേരിക്കയ്ക്ക് 10,000 EB-5 വിസകളാണ് അനുവദിക്കുന്നത്. ഇതിൽ ഓരോ രാജ്യത്തിനും 7%, അതായത് 700 വിസകൾ എന്നൊരു ക്യാപ്പ് ഉണ്ട്. നിലവിൽ ഇതിൽ ഭൂരിഭാഗവും അപേക്ഷിക്കുന്നത് ഇന്ത്യക്കാരും ചൈനക്കാരുമാണ്. ലോട്ടറി പോലെ ഭാഗ്യം പരീക്ഷിക്കേണ്ടി വരുന്ന H-1B വിസയേക്കാൾ പണമുള്ളവർക്ക് വിശ്വസിക്കാവുന്നത് EB-5 തന്നെയാണെന്ന് ചുരുക്കം. അമേരിക്കൻ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ചുവട്ടിൽ ഇനി നിങ്ങളുടെ പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും ഞങ്ങൾക്ക് തരൂ എന്നതിന് പകരം നിങ്ങളുടെ $1 മില്യൺ ഞങ്ങൾക്ക് തരൂ എന്ന് മാറ്റി എഴുതേണ്ടി വരുമോ എന്നതാണ് വിമർശകർ ഇപ്പോൾ ചോദിക്കുന്നത്. ജിമ്മി കിമ്മിനെ പോലുള്ളവർ ഇതിനെ കളിയാക്കി വിളിക്കുന്നത് ഗെറ്റ് ഇൻ ടു അമേരിക്ക എക്സ്പ്രസ് കാർഡ് എന്നാണ്. പണമില്ലാത്ത ടാലന്റഡ് ആയ ആളുകളെ പുറത്താക്കുമ്പോൾ പണമുള്ള റഷ്യൻ പ്രഭുക്കന്മാരെയും മറ്റും അകത്തേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു ബിസിനസ് ഡീലായി ഇത് മാറിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രംപിന്റെ ഗോൾഡ് കാർഡ് ഇപ്പോൾ ഒരു തിളക്കമുള്ള എന്നാൽ ആശങ്കാജനകമായ ഒരു സാധനമാണ്. ഒരു ഗാംബ്ലിംഗ് പോലുള്ള പരിപാടിയാണെന്ന് സാരം. 8 കോടി രൂപ സർക്കാരിലേക്ക് ചുമ്മാ ദാനം നൽകാൻ മാത്രം വിവരമില്ലാത്തവരല്ല ഇന്ത്യയിലെ ബിസിനസ്സുകാർ എന്ന് ഇതിനോടുള്ള തണുപ്പൻ പ്രതികരണം തെളിയിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴും പഴയ EB-5 ലൈനിൽ തന്നെ തുടരുകയാണ്. നിങ്ങളുടെ കയ്യിൽ 8 കോടി രൂപയുണ്ടെങ്കിൽ നിങ്ങൾ ട്രംപിന്റെ ഈ സ്വർണ്ണ വിസ വാങ്ങുമോ? അതോ ആ പണം കൊണ്ട് നാട്ടിൽ നല്ലൊരു ബിസിനസ് തുടങ്ങുമോ? മ്യാൻമർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് സൈനിക അട്ടിമറിയുടെയും വെടിയൊച്ചകളുടെയും ഒക്കെ ചിത്രങ്ങളായിരിക്കും അല്ലേ? എന്നാൽ ആ ഭീതിയെല്ലാം മാറ്റിവെച്ച് ചിരിച്ചും കളിച്ചും ഒരു ജനത തങ്ങളുടെ പുതുവത്സരം ആഘോഷിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ മ്യാൻമറിന്റെ തലസ്ഥാനമായ യാങ്കൂണിൽ നിന്ന് വരുന്നത്. മ്യാൻമറിലെ പ്രധാന വംശീയ വിഭാഗമായ കാരൻ ജനത 2026 വരവേറ്റത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച കലാകാരന്മാരുടെ മനോഹരമായ നൃത്തങ്ങൾ അവിടെ അരങ്ങേറി. അതുകൂടാതെ കൗതുകകരമായ ചില മത്സരങ്ങളും ഉണ്ടായിരുന്നു. ആം റെസ്ലിംഗ്, പില്ലോ ഫൈറ്റ്, അങ്ങനെ പലതും. നമ്മുടെ ജനുവരി 1 പകരം ചന്ദ്രമാസ കലണ്ടറും നെല്ല് വിളവെടുപ്പിന്റെ അവസാനവും നോക്കിയാണ് ഇവർ പുതുവത്സരം ആഘോഷിക്കുന്നത്. മ്യാൻമറിലെ 3ാമത്തെ വലിയ ജനവിഭാഗമായ കാരൻ വംശജരുടെ ഈ ആഘോഷത്തിന് സർക്കാർ ഔദ്യോഗിക അവധിയും നൽകാറുണ്ട്. പക്ഷേ ഈ ആഘോഷത്തിന് പിന്നിൽ ഒരു കറുത്ത വശമുണ്ട്.
2021 ഓങ് സാൻ സൂചിയുടെ സർക്കാരിനെ സൈന്യം അട്ടിമറിച്ചതോടെ മ്യാൻമർ ഒരു കടുത്ത ആഭ്യന്തര യുദ്ധത്തിലാണ്. അന്ന് തുടങ്ങിയ പ്രക്ഷോഭങ്ങളെ സൈന്യം ക്രൂരമായി അടിച്ചമർത്തിയപ്പോൾ പലരും കാടുകളിലേക്ക് ഓടിപ്പോയി ഗറില്ല യൂണിറ്റുകൾ രൂപീകരിച്ചു. ഇവർ കാരൻ സേനയുമായി ചേർന്ന് ഇപ്പോൾ സൈന്യത്തോട് പോരാടുകയാണ്. ഏറ്റവും പുതിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ സൈനിക സർക്കാർ കാരൻ നാഷണൽ യൂണിയനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. അതായത് ഈ വിഭാഗവുമായി ആരെങ്കിലും ബന്ധപ്പെട്ടാൽ പോലും അവർ ജയിലിലാകും. ഇത്രയും വലിയ വെല്ലുവിളികൾക്കും യുദ്ധഭീതിക്കും ഇടയിലാണ് അവർ തങ്ങളുടെ സംസ്കാരം മുറുകെ പിടിച്ച് ഈ പുതുവത്സരം ആഘോഷിച്ചത്. ഒരു ജനതയെ അടിച്ചമർത്താൻ തോക്കുകൾക്ക് കഴിഞ്ഞേക്കാം, പക്ഷെ അവരുടെ സംസ്കാരത്തെയും ആഘോഷങ്ങളെയും ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഈ കാഴ്ചകൾ തെളിയിക്കുന്നു. ഈ മാസം അവസാനം മ്യാൻമറിൽ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പ് മ്യാൻമറിൽ സമാധാനം കൊണ്ടുവരുമോ എന്നാണ് ലോകം ഇപ്പോൾ നോക്കുന്നത്. ഇനി ഗൾഫ് മേഖലയിലെ ചില സുപ്രധാന വാർത്തകൾ പരിശോധിക്കാം. ഒമാൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖും തമ്മിലുള്ള ചർച്ചകൾക്ക് പിന്നാലെ ചരിത്രപരമായ സാമ്പത്തിക കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഈ കരാർ പ്രകാരം രാസവസ്തുക്കൾ, ഇരുമ്പ്, ഉരുക്ക്, ടെക്സ്റ്റൈൽസ്, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള 77% ഒമാൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്ക് നികുതിരഹിത പ്രവേശനം ലഭിക്കും. IT, കൃഷി, ഊർജ്ജം എന്നീ മേഖലകളിൽ വലിയ കുതിപ്പിന് ഇത് വഴിയൊരുക്കും. ഒമാനിലെ IT, ആരോഗ്യ മേഖലകളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ കരാർ വഴിയൊരുക്കും. UAEയും സൗദി അറേബ്യയും പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സംഘടിത ഭിക്ഷാടനം, കുറ്റകൃത്യങ്ങൾ എന്നിവ വർദ്ധിക്കുന്നതാണ് പ്രധാന കാരണം. ഈ വർഷം മാത്രം ഏകദേശം 24,000 പാകിസ്ഥാൻ സ്വദേശികളെയാണ് സൗദി നാടുകടത്തിയത്. ഹജ്ജ്, ഉംറ വിസകൾ ദുരുപയോഗം ചെയ്ത് ഭിക്ഷാടനത്തിന് എത്തുന്നവരെ തടയാൻ പാകിസ്ഥാൻ വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ന്യൂനമർദ്ദത്തെ തുടർന്ന് UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ തുടരുന്നു. അസ്ഥിര കാലാവസ്ഥ കണക്കിലെടുത്ത് ദുബായിലെ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. സ്വകാര്യ മേഖലയ്ക്കും സമാന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ദുബായിലെ പാർക്കുകളും ബീച്ചുകളും സഫാരി പാർക്കും താൽക്കാലികമായി അടച്ചു. ദുബായ് വിമാനത്താവളത്തിൽ ചില വിമാന സർവീസുകളെ ഇത് ബാധിച്ചിട്ടുണ്ട്. UAEയിൽ വെള്ളിയാഴ്ചത്തെ ജുമുഅ നമസ്കാര സമയം പരിഷ്കരിച്ചതിനെ തുടർന്ന് ദുബായിലെ സ്വകാര്യ സ്കൂളുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തി. വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും സൗകര്യപ്രദമായ രീതിയിൽ നേരത്തെ ക്ലാസുകൾ അവസാനിപ്പിക്കാനാണ് തീരുമാനം. 2026 ജനുവരി മുതൽ വെള്ളിയാഴ്ചകളിൽ സ്കൂൾ സമയം രാവിലെ 11:30 അവസാനിക്കും. ജുമുഅ നമസ്കാരം ഉച്ചയ്ക്ക് 1:15 പകരം 12:45 മാറ്റിയ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പള്ളിയിലെത്താൻ സൗകര്യപ്രദമായ ഈ തീരുമാനം എടുത്തത്. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ പുറത്തുവിട്ട 2025 ഡിജിറ്റൽ റെഗുലേറ്ററി മെച്ചോറിറ്റി ഇൻഡെക്സിൽ സൗദി അറേബ്യ ലോകത്ത് 2ാം സ്ഥാനം നേടി. 193 രാജ്യങ്ങളിൽ ജർമ്മനിക്ക് തൊട്ടു പിന്നാലെയാണ് സൗദിയുടെ സ്ഥാനം. രാജ്യത്തെ ഗവേണൻസ്, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ എന്നിവയിലെ വൻ കുതിപ്പാണ് ഈ നേട്ടത്തിന് ആധാരം. ഒമാനിൽ തണുപ്പ് വർദ്ധിക്കുന്നതായും ആദ്യ ശീതതരംഗം ഇന്നു മുതൽ അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മസ്കറ്റിൽ താപനില 17 ഡിഗ്രി സെൽഷ്യസിലേക്കും ജബൽ അക്തർ പോലുള്ള പർവ്വത മേഖലകളിൽ 2 ഡിഗ്രി സെൽഷ്യസിലേക്കും താഴാൻ സാധ്യതയുണ്ട്. മുസന്തം, വടക്കൻ ബാത്തിന എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഗതാഗതം ലക്ഷ്യമിട്ട് മക്കയിൽ സമ്പൂർണ്ണ ഇലക്ട്രിക് ബസ് സർവീസുകൾക്ക് തുടക്കമായി. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 300 കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന ആധുനിക ബസ്സുകളാണിവ. തീർത്ഥാടകർക്കും താമസക്കാർക്കും കുറഞ്ഞ ചെലവിൽ മികച്ച യാത്രാ സൗകര്യം ഒരുക്കുന്നതിനൊപ്പം ഹറം പരിസരത്തെ തിരക്ക് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്കും താമസക്കാർക്കും ഇത് വലിയ ആശ്വാസമാകും. സാമ്പത്തിക ഉടമ്പടികളിലൂടെ ഇന്ത്യ ഗൾഫ് ബന്ധം ശക്തിപ്പെടുമ്പോൾ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള വിസ ദുരുപയോഗം തടയാൻ ഗൾഫ് രാജ്യങ്ങൾ കർശന നടപടികൾ സ്വീകരിക്കുകയാണ്. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് ജനജീവിതം സുരക്ഷിതമാക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നു. ഇന്നത്തെ ഈ വാർത്തകൾ നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. ലോകം എത്ര കലുഷിതമായാലും പ്രതിസന്ധികളെ ആഘോഷങ്ങൾ കൊണ്ട് നേരിടുന്ന മ്യാൻമറിലെ ജനതയും സാങ്കേതിക വിദ്യയിലൂടെ സന്തോഷം കണ്ടെത്തുന്ന യുറീനെ പോലുള്ളവരും നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. എത്രയൊക്കെ സംഘർഷങ്ങളും തർക്കങ്ങളും ലോകത്ത് നടന്നാലും അതിന്റെയൊക്കെ നടുവിൽ പ്രതീക്ഷയുടെ ഒരു കതിർനാളം എപ്പോഴും ബാക്കിയുണ്ടാകും. സമാധാനത്തിനായുള്ള ശ്രമങ്ങളും സ്നേഹം കണ്ടെത്താനുള്ള പുതിയ വഴികളും പരസ്പര സഹായത്തിന്റെ വലിയ പ്രഖ്യാപനങ്ങളും നമുക്ക് നൽകുന്നത് ആ ഒരു പോസിറ്റീവ് എനർജിയാണ്. രാഷ്ട്രീയവും യുദ്ധങ്ങളും ഒരു വശത്ത് നടക്കുമ്പോഴും അതിജീവനത്തിന്റെ കരുത്തും പുതിയ മാറ്റങ്ങളും ലോകത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കും. ഗുഡ് നൈറ്റ്.